ദൈവത്തെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ആക്ഷനിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. കാമം, നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ പ്രതികാരം, ഇതെല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ശനിയാഴ്ച രാത്രിയിൽ കാർണിവലിൽ നൃത്തം ചെയ്യുന്ന അർദ്ധനഗ്നരായ പെൺകുട്ടികളെ പുരുഷന്മാർ മോഹിക്കുന്നത് ഞാൻ കാണുമായിരുന്നു. ഞായറാഴ്ച രാവിലെ കാർണിവൽ സ്ഥലത്ത് മറുവശത്ത് ടെൻറ്റ് ഷോ സുവിശേഷക്കാർക്കായി ഞാൻ ഓർഗൻ വായിക്കുമ്പോൾ അതേ പുരുഷന്മാർ ഭാര്യമാരോടൊപ്പം കുട്ടികളോടൊപ്പം പീഠങ്ങളിലിരുന്ന് ദൈവത്തോട് ക്ഷമിക്കാനും ജഡിക മോഹങ്ങളിൽ നിന്ന് മുക്തി നേടാനും അപേക്ഷിക്കുന്നത് ഞാൻ കാണുമായിരുന്നു. അടുത്ത ശനിയാഴ്ച രാത്രിയിൽ അവർ അതേ കാർണിവലിൽ വന്ന് മറ്റേതെങ്കിലും ഒരു നഗ്ന സ്ത്രീകളുമായിട്ട് ആടുന്നത് ഞാനും കാണുമായിരുന്നു. ക്രിസ്ത്യൻ സഭയിൽ കാപട്യത്തിൽ തഴച്ചു വളരുന്നുവെന്നും മനുഷ്യൻ്റെ ജഡിക സ്വഭാവം പുറത്തു വരുമെന്നും എനിക്ക് അറിയാമായിരുന്നു. ജഡിക വസ്തുക്കളുടെ ആരാധന ആനന്ദം ഉളവാക്കുന്നതിനാൽ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ മഹത്തായ ഒരു ആഹ്ലാദ ക്ഷേത്രം ഉണ്ടാകും. നിന്റെ ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നീ തന്നെയാണ് നിന്റെ ദൈവം. ഇതാണ് ഈ പുസ്തകത്തിൽ പറയണത്. എന്ന് വെച്ചാൽ ദ സാറ്റാനിക് ബൈബിൾ, സാത്താൻ്റെ ബൈബിൾ. ഇത് ആൻറ്റോൺ സ്ലാൻഡർ ലേവിയാണ് ഈ പുസ്തകം എഴുതിയത്. 1966 ഈ പുസ്തകം എഴുതിയത്. ശരിക്കും പറഞ്ഞാൽ സാറ്റാനിക് ബൈബിള് 9-ാം നൂറ്റാണ്ടിലും എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് ശരിക്കും പറഞ്ഞാൽ 3 തരംതിരിച്ചിട്ടുണ്ട്. ഒരു 3 ബുക്ക് ഒരുമിച്ചാക്കിയതാണ്. ഒന്ന് ബുക്ക് ഓഫ് സാത്താൻ, ഒന്ന് ബുക്ക് ഓഫ് ലൂസിഫർ, ഒന്ന് ബുക്ക് ഓഫ് ബിലാൽ. ഈ പുസ്തകത്തിൽ ആദ്യം തന്നെ ആൻറ്റോൺ ലെവി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ദൈവം ആവശ്യമുണ്ടോ, അതോ നിന്റെ ഭയത്തിനായി ദൈവത്തെ ഉണ്ടാക്കിയതാണോ? ആൻറ്റോൺ ലെവി പുസ്തകത്തിൽ പറയുന്നത് ദൈവം ഒരു ഇമാജിനറി കൺസെപ്റ്റാണ്, അതൊരു ഇല്യൂഷനാണ്. കാരണം നമ്മുടെ ഭയത്തെയും നമ്മുടെ കുറ്റബോധത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ച ഒരു മിഥ്യ മാത്രമാണ് ദൈവം എന്നാണ് ഈ പുസ്തകത്തിൽ ആദ്യം ആൻറ്റോൺ ലെവി പറയുന്നത്. അതിന് ആദ്യകാലം മുതൽ തന്നെ കൺട്രോൾ ചെയ്യുകയാണ് ചെയ്തത്. കേവലം ആത്മാവിനെ മാത്രമല്ല ശരീരത്തെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവത്തെ കണ്ടുപിടിച്ചത് എന്നാണ് ആൻറ്റോൺ ലെവി പറയുന്നത്. ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു കാര്യമുണ്ട്. അതെന്താ വെച്ചാൽ നിന്റെ പാപബോധങ്ങൾ എന്താ വെച്ചാൽ അത് തിരിച്ചറിയുക, എന്നിട്ട് ആക്ഷനിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ദൈവത്തെ പേടിച്ചിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. സാത്താൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി തോന്നുന്ന ഒരു വാക്കാണ്. സാത്താൻ ഒരിക്കലും ഒരു ദൈവവിരുദ്ധനല്ല, മറിച്ച് മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു പ്രൈമറി ഇൻസ്റ്റിക്റ്റിൻ്റെ ഒരു പ്രതിരൂപം മാത്രമാണ് സാത്താൻ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇത് നിങ്ങളുടെ ലസ്റ്റ്, പവർ, റിവഞ്ച്, ഇൻ്റലിജൻസ് എല്ലാം സപ്രസ് ചെയ്യേണ്ടതല്ല, എക്സ്പ്രസ് ചെയ്യേണ്ടതായത്. അതായത് നിങ്ങളുടെ കാമം, നിങ്ങളുടെ അധികാരം, നിങ്ങളുടെ പ്രതികാരം, ഇതെല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ലസ്റ്റ്, പവർ എല്ലാം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ ടോട്ടലി റിലാക്സ് ആവും, നിങ്ങൾ മനുഷ്യനാവും, നിങ്ങൾക്കൊരു ഗൾട്ട് ഫീലിംഗ് ഉണ്ടാവില്ല. നിങ്ങളുടെ കാമം, നിങ്ങളുടെ പ്രതികാരം, നിങ്ങളുടെ അധികാരം, ഇതെല്ലാം എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആക്ച്വലി ഈ പുസ്തകത്തിൽ ഒരു മതത്തെ അല്ല പറയുന്നത്, ഒരു പ്രാഗ്മാറ്റിക് ആണ് ആക്ച്വലി പറയുന്നത്. ഇതെങ്ങനെ ഡീറ്റെയിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇതിലുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കാൻ കഴിയും. മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തി കാണില്ല, നിങ്ങളെ എല്ലാവരും വരവയ്ക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പുസ്തകത്തിൽ ആക്ച്വലി പറയേണ്ടത്. അങ്ങനെ ആരുടെ മുന്നിലും താഴ്ന്നു കൊടുക്കാൻ പാടില്ല. നിങ്ങൾ അധികാരം ഉണ്ടാക്കണം, എങ്ങനെ അധികാരം ഉണ്ടാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് 3 തരംതിരിക്കണമെന്നുള്ളത്. ഒന്ന് ബുക്ക് ഓഫ് സാത്താൻ. ബുക്ക് ഓഫ് സാത്താനിൽ പറയണത് വിശ്വാസങ്ങളെയും അന്ധതയും തുറന്ന് കാണിക്കുകയാണ് ചെയ്യണത്. അതിൽ പലതും മനുഷ്യന്റെ മൂഢത്തരമായിട്ട് വിശ്വാസത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ബുക്ക് ഓഫ് സാത്താനിൽ പറഞ്ഞു തരുന്നത്. ബുക്ക് ഓഫ് ലൂസിഫറിൽ പറയുന്നത് ഇൻഡിവിജ്വലിസം, സെൽഫ് പവർ, നോളജ്. ഇത് 3 എങ്ങനെ ഉണ്ടാക്കാം, അതായത് ഒരു വ്യക്തിത്വ വികാസം, നിങ്ങൾക്ക് സ്വയം പ്രാപ്തി, ഏത് രീതിയിലൂടെ നിങ്ങൾ നോളജ് ഉണ്ടാക്കാം, അതിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ബുക്ക് ഓഫ് ലൂസിഫറിൽ. ബുക്ക് ഓഫ് ബിലാലിൽ പറയുന്നത് ശരിക്കും റിച്വൽസ് ആണ്. അതായത് മാജിക്സിലൂടെ, മന്ത്രത്തിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാം, അതായത് നിങ്ങൾക്ക് എതിരെ വരുന്ന ആൾക്കാരെ നിങ്ങൾക്ക് എങ്ങനെ പ്രതിരോധിക്കാം, ഇതൊക്കെ മന്ത്രത്തിലൂടെ എങ്ങനെ ചെയ്യാം.
ആ റിച്വൽസ് എങ്ങനെ നടത്തണം എന്നൊക്കെയാണ് ബുക്ക് ഓഫ് ബിലാലിൽ പറയുന്നത്. ഇതിൽ കുറച്ചൊരു 5-6 പേജ് മാത്രം ബുക്ക് ഓഫ് ലെവിറ്റനെ പറ്റി പറയുന്നുണ്ട്. അതായത് വെള്ളത്തെ പറ്റിയിട്ട്, അതായത് നമ്മുടെ ഇമോഷൻസ്, അതായത് നമ്മുടെ ശബ്ദത്തിന്റെ പവർ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം. ഓരോരോ ലെറ്റേഴ്സിനും ഓരോ പറയണ വാക്കിനും പവർ കൂടുതലാണ്. അതിന്റെ പവർ എങ്ങനെയാണ്, അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് ബുക്ക് ഓഫ് ലെവിറ്റനിൽ പറഞ്ഞത്. അത് കുറച്ചേ ഉള്ളൂ ഇതിൽ. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി മനസ്സിലായത്, നിങ്ങൾ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യണോ, നിങ്ങളെ ആരൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും. അതുപോലെ തന്നെ അന്ധവിശ്വാസം, അത് ശരിയാണോ തെറ്റാണോ, എന്തിലൊക്കെ വിശ്വസിക്കണം എന്തിലൊക്കെ വിശ്വസിക്കണ്ട എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. സാറ്റനിക്സിന് കുറച്ച് എത്തിക്സ് ഉണ്ട് എന്ന് വെച്ചാൽ ദൈവം ഉണ്ടോ ഇല്ലയോ, പക്ഷെ നിങ്ങളുടെ ലൈഫിന്, നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു വിധി ഉണ്ടാവണം. സാറ്റനിക്സ് എന്ന് പറഞ്ഞാൽ ഒരു അനാർക്കി അല്ല, അതൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ്, കൺസെന്റ് ആണ്, ഒരു ബൗണ്ടറിയാണ്. സാറ്റനിക്സിന് ഒരു 11 നിയമമുണ്ട്. അതിൽ 3 പ്രസിദ്ധമായിട്ടുള്ള ഒരു നിയമം ഞാൻ പറയാം. ഒരിക്കലും പ്ലീസ് ചെയ്യരുത്. നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ശ്രമിക്കണം. അതിന് എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യണം എന്നുള്ളത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. 2ാമത്തെ നിയമം എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ കുട്ടികളെ ഉപദ്രവിക്കരുത്. 3ാമത്തെ കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരിക്കലും അത് ഫിക്സ് ചെയ്യാൻ പോവരുത്. ഇനി ബാക്കി 11 നിയമമുണ്ട്, അത് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ മനസ്സിലാവും. എന്തുകൊണ്ട് ഇത് പഠിക്കണമെന്ന് ഞാൻ പേഴ്സണലി പറയുന്നത് എന്താ വെച്ചാൽ, ഈ ആന്റോൺ ലേവയുടെ എന്ത് കാര്യത്തിലും നിങ്ങളുടെ ജീവിതം എന്ന രീതിയിലാണ് പറയുന്നത്. അതായത് എൻ്റെ ലൈഫ് കുറച്ച്, നിങ്ങൾ എപ്പോഴും സെൽഫിഷ് ആവണം എന്ന് വെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കണ്ട എന്നല്ല, സെൽഫിഷ് ആവേണ്ടവിടെ സെൽഫിഷ് ആവണം. ആദ്യം സ്വന്തം കാര്യം നോക്കിയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടാൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു തരുന്നുണ്ട്. ഈ അയ്യോ പാവങ്ങളും കൂടുതലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ശ്രമിക്കരുത്. നിനക്ക് വേണ്ടി ജീവിക്കാൻ നീ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കുണ്ടാവേണ്ട ഇൻഡിവിജ്വൽ പവർ, സെൽഫ് റെസ്പെക്റ്റ്, ലസ്റ്റ്, ഇതൊന്നും മൂടി വെക്കാനുള്ളതല്ല, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കൊരു ഗൾട്ട് ഫീലിംഗ് ഇല്ലാണ്ട് ബോൾഡ് സ്റ്റേറ്റ്മെന്റോടെ നിങ്ങൾക്ക് ലൈഫ് ജീവിച്ച് തീർക്കാൻ പറ്റും. നിങ്ങൾ മരിക്കുമ്പോൾ ഞാൻ ജീവിക്കാൻ മറന്നുപോയി എന്ന് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം വരില്ല. ഇതിലൊരു വരി വായിക്കാം. പാപ്പം പറയുന്ന സത്യങ്ങളല്ല, നിന്റെ ഉള്ളിലെ സത്യം നീ വെളിപ്പെടുത്തിയില്ലെങ്കിൽ അത് നിന്റെ മരണം വരെ നീയുമായി തന്നെ തങ്ങി നിൽക്കും. ഈ വീഡിയോ യൂട്യൂബിൽ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല, കാരണം നിരോധിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പരമാവധി ഈ വീഡിയോയിൽ പറഞ്ഞ അറിവ് എല്ലാവരിലും എത്തിക്കാൻ ശ്രമിക്കുക.